ഫ്രണ്ട്സ്, ഇന്ന് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ അടിപൊളി പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്രുവ് മലയാളം റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി, 1 കിലോയിലും കുറച്ചും കൂടി കൂടുതലുണ്ടാവും കേട്ടോ. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുരുമുളകിൻ്റെ സ്വാദായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അതുപോലെ ഒരു കളറും അത് ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ ഒരു കറുത്ത ആ ഒരു കളറൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി വരട്ടിയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി ഒരു 15 മിനിറ്റ് വെക്കണം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം, 3 ഉണക്കമുളകും ചേർക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാകണം. ഇതിലേക്ക് വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 പച്ചമുളക്, ഇത്രയും ചതച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതോ ചേർക്കാം. ഇതൊന്ന് പച്ചമണം മാറണ വരെ നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്കൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ നല്ല കളറൊക്കെ മാറി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്നില്ലേ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട്, അത് നമുക്കിതിലോട്ട് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കുരുമുളക് എടുത്തിട്ട് നല്ല കല്ലൊക്കെ ചതച്ച് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. അപ്പം നമ്മൾ ചിക്കൻ വേവുന്ന അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ചില ചിക്കനൊക്കെ കുറച്ചും കൂടി വെള്ളം വേണമായിരിക്കും, ചില ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇടയ്ക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം ചിക്കൻ വെന്തോന്ന് നോക്കുക. ചിക്കൻ വെന്തെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് വരട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പെപ്പർ ചിക്കൻ എളുപ്പത്തിൽ റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.